ഭക്തിയും ചരിത്രവും ഇഴചേരുന്ന തൃച്ചംബരം ക്ഷേത്രോത്സവത്തിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു ചടങ്ങുണ്ട്. അന്യായം പറയൽ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെയും അതിന് നീതി തേടി ഭഗവാന്റെ നടയിലെത്തിയ ഒരു കുടുംബത്തിന്റെയും സ്മരണയിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. തൃച്ചംബരം ക്ഷേത്രത്തിലെ കാരായ്മ പദവി വഹിച്ചിരുന്ന ചെങ്ങള വീട്ടിൽ വാര്യർ കുടുംബവുമായി ബന്ധപ്പെട്ട 300 വർഷം പഴക്കമുള്ള ചരിത്രമാണ് ഈ ആചാരത്തിന് പിന്നിലുള്ളത്. തൃച്ചംബരത്തപ്പനും മഴൂരപ്പനും എഴുന്നള്ളിയെത്തുന്ന വേളയിൽ ചെങ്ങള വാര്യർ തളിക്കലവുമായി തിരുമുമ്പിലെത്തി അന്യായം എന്ന് 3 പ്രാവശ്യം ഉച്ചരിക്കുന്നതാണ് ചടങ്ങ്. ഒരിക്കൽ നായ്ക്കാലിയിലെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ചെങ്ങള വീട്ടിലെ കാരണവരെ വഴിമധ്യേ ഉണ്ണിക്കോരൻ എന്ന നാടുവാഴിയുടെ ആൾക്കാർ തടഞ്ഞു നിർത്തി. വാര്യരുടെ കൈവശമുള്ള സഞ്ചിയിൽ പണമാണെന്ന് തെറ്റിദ്ധരിച്ച നാടുവാഴി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി അടുത്തുള്ള പൊട്ടൻകുഴിയിൽ തള്ളി. എന്നാൽ സഞ്ചിയിൽ കവടിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ അതും ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. തങ്ങളുടെ കാരണവർക്ക് നേരിട്ട ഈ അതിക്രൂരമായ കൊലപാതകത്തിൽ നീതി തേടി വാര്യർ കുടുംബത്തിന് തൃച്ചംബരത്തപ്പന്റെ നടയല്ലാതെ മറ്റൊരു ആശ്രയവുമുണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ട വാര്യരുടെ സഹോദരി ദിവസവും കുളിച്ച ഈറനോടെ ക്ഷേത്രനടയിലെത്തി തന്റെ സങ്കടം ഭഗവാനോട് വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ തന്നെ നാടുവാഴിയുടെ കുടുംബത്തിൽ അകാല മരണങ്ങളും ദുരിതങ്ങളും വിരുന്നെത്തി. ദേവഹിതം തേടിയപ്പോൾ തൃച്ചംബരത്തപ്പൻ കോപത്തിലാണെന്നും തന്റെ ഭക്തനായ വാര്യരെ വധിച്ചതിന്റെ ഫലമാണിതെന്നും തെളിഞ്ഞു. ഇതിന് പരിഹാരമായി നാടുവാഴി സമർപ്പിച്ച സ്വർണ്ണപ്രതിമയും തളിക്കലവും ഭഗവാൻ സ്വീകരിച്ചില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് വാര്യർ കുടുംബത്തിലും അസ്വസ്ഥതകൾ തുടർന്നപ്പോൾ തന്റെ വാര്യരുടെ സങ്കടം എന്നും കേൾക്കണമെന്ന ഭഗവാന്റെ ആഗ്രഹം പ്രശ്നവിധിയിലൂടെ വെളിപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ക്ഷേത്രനടയിൽ നിത്യവും അന്യായം ബോധിപ്പിച്ചു തുടങ്ങിയത്. കാലക്രമേണ ഇതിൽ ഇളവുകൾ അനുവദിക്കപ്പെടുകയും ഇപ്പോൾ കിഴക്കേ നടയിൽ ഉത്സവ ദിവസങ്ങളിൽ മാത്രം ഈ ചടങ്ങ് നടത്തിവരികയും ചെയ്യുന്നു. ആദ്യത്തെ പടയിൽ കയറി നിന്നതിന് ശേഷം എല്ലാ വാദ്യങ്ങളും എല്ലാം അവിടെ നിർത്തിവെച്ചിട്ട് ചെങ്ങളാ വീട്ടിലെ കഴകക്കാരൻ പറയുന്ന ചടങ്ങാണ് അന്യായം ബോധിപ്പിക്കലാണ്. ഭഗവാന്റെ മുൻപാകെ ഉള്ളൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. തറവാടുമായി ബന്ധപ്പെട്ട് ചെങ്ങളാവീട് തറവാടുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചടങ്ങാണ്. ചെങ്ങളാവീട്ടിൽ വാര്യർക്ക് ഉണ്ടായ പഴയകാലത്ത് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ സങ്കടം ഭഗവാനിൽ എപ്പോഴും ഭഗവാനെ സങ്കടം ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആ തറവാടിന് ഒരമ്മ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായതാണ് ഈ അന്യായം ബോധിപ്പിക്കൽ. അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ട് പൂർവ്വകാലത്ത് അവരുടെ ഒരു മകൻ എങ്ങനെയോ നഷ്ടപ്പെട്ടു. അതൊരു ചെയ്യപ്പെട്ട ഒരു സംഭവമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കഥകൾ അതിന് ഐതിഹ്യം പോലെ പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പം അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെങ്ങളാ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ തറവാടാണ് ചെങ്ങളാ വാര്യം. തറവാട്ടിലെ മുതിർന്നവർക്ക് പകരം ഒരു കുട്ടിയായാലും ഈ സങ്കടം ബോധിപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. ചരിത്രവും നീതിയും ഭക്തിയും ഒരുപോലെ സംഗമിക്കുന്ന ഈ ചടങ്ങ് ഇന്നും മുടങ്ങാതെ തൃച്ചംബരത്ത് തുടരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.